ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നിലവിൽ ഉറങ്ങിക്കിടക്കുന്ന തിയേറ്ററുകളെ ഉണർത്താനായിട്ട് വിഷു ഈദ് ഫെസ്റ്റിവൽ റിലീസുകളായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് വമ്പൻ സിനിമകൾ തയ്യാറെടുക്കുകയാണല്ലോ. നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന 7 സിനിമകളെയാണ് വിഷു ഈദ് സിനിമകളെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളെ ഉണർത്താനായിട്ട് വരുന്ന ആദ്യത്തെ മലയാളം സിനിമ ഈദ് റിലീസായിട്ട് എത്തുന്ന സിനിമ തെമ്പുരാൻ എന്ന സിനിമയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായെത്തുന്ന മോളിവുഡിലെ വലിയ പാൻ ഇന്ത്യൻ സിനിമ കൂടിയായ ചിത്രം മാർച്ച് 27 തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് വരാനിരിക്കുന്ന സിനിമ ലൂസിഫർ പോലെ തന്നെ ഈദ് കാലത്ത് നെട്ടിക്കട്ടെ എന്ന് ആശംസിക്കാം. ഒരുപാട് സിനിമകൾ റിലീസിനെത്തുന്ന ഏപ്രിൽ മാസം ആദ്യ ആഴ്ച 2 മലയാളം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിലൊന്ന് നിലവിലെ കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന ആസിഫ് അലി നായകനെത്തുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയാണ്. ഏപ്രിൽ 3 തീയതിയാണ് ഈ ഫാമിലി എന്റർടൈനർ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഏപ്രിൽ 4 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ലവ്ലി എന്ന സിനിമയാണ്. ചിത്രം ഒരു 3D ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന മലയാളം സിനിമ കൂടിയാണ്. ഏപ്രിൽ 10 തീയതി വിഷു റിലീസായിട്ട് മോളിവുഡിൽ നിന്നും ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമ അത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തുന്ന ബസൂക്ക എന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ അടുത്തൊരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമ കൂടിയാണ് ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഡീനോ ഡെന്നീസിന്റെ ബസൂക്ക. ഏപ്രിൽ 10 തീയതി തിയേറ്ററുകളിലേക്ക് എത്തും ബസൂക്ക. മമ്മൂട്ടിയോടൊപ്പം തന്നെ കേരളത്തിൽ ക്ലാഷ് റിലീസായിട്ട് എത്തുന്ന ഏപ്രിൽ 10 മറ്റൊരു സിനിമയാണ് അനിഭാഷ സിനിമ കൂടിയായ ഗുഡ് ബാഡ് അഗ്ലി. അജിത്ത് നായകനെത്തുന്ന സിനിമ അജിത്തിന്റെ കരിയറിലെ അടുത്തൊരു വമ്പൻ കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ സിനിമ കൂടിയാണ്. ഈ പറഞ്ഞ 2 സിനിമകളുടെ പോരാട്ടത്തിനിടയിൽ മറ്റൊരു ആക്ഷൻ സ്പോർട്സ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയ ആലപ്പുഴ ജിംഖാന നേരത്തെ തിയേറ്റർ റിലീസ് വിഷു റിലീസായിട്ട് ഉറപ്പാക്കിയതാണ്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കൺഫേം ആക്കപ്പെട്ട അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. മറ്റൊരു വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ ബേസിൽ ജോസഫിന്റെ മരണമാസമാണ്. ടൊവിനോ തോമസ് നിർമ്മിക്കുന്ന സിനിമ ബേസിലിന്റെ അടുത്ത വമ്പൻ സിനിമയാകുമെന്നാണ് പോസ്റ്ററുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ എന്റർടൈനർ സിനിമകളുടെ ഒരു ഫെസ്റ്റിവൽ സീസണാണ് വരാനായിട്ടിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമകളുടെ റിലീസുകൾ കേട്ട്, ഒപ്പം കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ട്.